പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ദൈവം അവിടുന്ന് കൃപ നൽകാനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതികളിൽ മേലെ ദിവസിക്കുന്ന ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം അനുഭവിപ്പാനും ദൈവകൃപ അനുഭവിപ്പാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്കൊരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവേ, പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, വീണ്ടും നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പോഴും പ്രാർത്ഥിപ്പാനുള്ള കൃപ നൽകണമേ. മനുഷ്യരാന്ന് ലോകത്തിലേപ്പാൻ ആവശ്യമായ ദൈവത്തിൻ്റെ കൃപ തന്ന കർത്താവേ, വഴിനിർത്താൻ സഹായിക്കും. എന്നെ പ്രാർത്ഥിക്കുന്നിരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനോ ദൈവമേ, വായോടും നാവോടും കൂടിയിരിക്കണമേ കർത്താവേ. ദൈവവചനത്തിൽ കൂടി സംസാരിക്കണമേ കർത്താവേ. ജനത്തോട് കർത്താവ് ദൂതറിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലോചനയാൽ നിറയ്ക്കണമേ കർത്താവേ. ജനം സമർപ്പിക്കപ്പെടുവാൻ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കരയുവാനുള്ള കൃപ ജനത്തിന് ഇവിടുന്ന് കൊടുക്കും. സകലമാനം മഹത്വം എടുക്കും. പ്രാർത്ഥന അതിനെ കേട്ടിരിക്കാൻ സ്തോത്രം. യേശുപ്പച്ചൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. വചനം കേൾക്കുന്ന എല്ലാവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. ദൈവം ധാരാളം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നത്തെ ചിന്ത എന്ന് പറഞ്ഞാൽ സങ്കീർത്തനക്കാരൻ 139 സങ്കീർത്തനം 7 വാക്യം. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയും ഉണ്ട്. ദൈവത്തിൻ്റെ വചന ഇപ്രകാരം നമ്മളെ വിളിച്ചറിയിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ അല്ലെങ്കിൽ 139 സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ സ്വഭാവം, അതായത് ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ സ്വഭാവം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവമാണ്. കർത്താവിന് ശ്രേഷ്ഠമായ സ്വഭാവം മാത്രമേ ഉള്ളൂ. കർത്താവിന് വേറെ ഒരു സ്വഭാവമില്ല എന്ന് സങ്കീർത്തനക്കാരൻ നമ്മളെ ഇന്ന് പകൽക്കാലം വിളിച്ചറിയിക്കുകയാണ്. ശന്തരാത്രി മനഘടകൽ പ്രൗഢലാതി. യഹോവയെ 139 നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. അപ്പോൾ സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുകയാണ്, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നത് നീ അറിയുന്നു, എഴുന്നേൽക്കുന്നത് കർത്താവ് അറിയുന്നു, ശോധന ചെയ്യുന്നു. അപ്പം ഇരിക്കുന്നത് അറിയുന്നു, എഴുന്നേൽക്കുന്ന അറിയുന്നു, നടക്കുന്ന അറിയുന്നു, പോകുന്ന അറിയുന്നു, വരുന്ന അറിയുന്നു, ചിന്തിക്കുന്ന അറിയുന്നു, സകലതും അറിയുന്ന ഒരു കർത്താവിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ നിരൂപണം, അത് മാത്രമല്ല നമ്മുടെ നിരൂപണങ്ങളെല്ലാം ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. ഈ സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വിവിധ പാപങ്ങളെയാണ് സങ്കീർത്തനക്കാരൻ വിവരിക്കുന്നത്. പ്രത്യേകിച്ചും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന എന്താണ്, സർവ്വജ്ഞാനവും അവൻ്റെ ജനങ്ങളോടുള്ള അവൻ്റെ കരുതലിനെയുമാണ് ഇവിടെ നമുക്ക് ബന്ധപ്പെടുത്തി കാണാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ കരുതലുകൾ എന്താണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ സ്വഭാവം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശന്തൽ പ്രൗഢലാതി റിവൽ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. അവൻ നമ്മെ കൃത്യമായി അറിയുന്നു. അവൻ എല്ലായ്പ്പോഴും നമ്മോട് കൂടെ ഉണ്ട്. ദൈവം നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ കാണാൻ കഴിയുന്നു എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്.